എൻഡിഎയുടെ ഒരു ഘടകകക്ഷിയാണ് ഞങ്ങൾ. മോണല്ലേ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഇദ്ദേഹം ജില്ലാ പ്രസിഡന്റ് മധു കാരിക്കോട്, അവിടുത്തെ സ്റ്റേറ്റ് ട്രഷറർ തിലകൻ KG, ജില്ലാ ട്രഷറർ, പിന്നെ ജില്ലാ സെക്രട്ടറി ബൈജു EB, ജനറൽ സെക്രട്ടറി ശ്രീനേഷ്. അപ്പോ ഇദ്ദേഹം ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങള് NDA മുന്നണിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു നടപടിയല്ല. അത് BJP, അതിന്റെ ഉത്തരവാദിത്വം BJP ആണ് ഏറ്റെടുക്കുന്നത്. NDAക്ക് അതിന്റെ യാതൊരു ബാധ്യതയില്ല. ഗുരുവായൂർ മണ്ഡലത്തിൽ പോലുള്ള സ്ഥലങ്ങളിൽ അഥവാ ക്ഷേത്ര നഗരി പശ്ചാത്തലമാക്കിയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരാള് 50 വർഷമായിട്ട് ഇല്ല എന്നുള്ളതും, അങ്ങനെ ഒരാളെ അവിടെ വിജയിപ്പിക്കണം എന്നുള്ളത് ഒരു ഭരണഘടനയുടെ ഒരു ലംഘനമാണ്. മതത്തെ കൂട്ടുപിടിച്ച് അതും NDA പോലുള്ള മുന്നണിയിൽ അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെതിരെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. NDAയുടെ ചെയർമാനോട് രേഖാമൂലം തന്നെ തൃശ്ശൂർ ജില്ലയുടെ പേരിൽ പരാതി നമ്മൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സ്ഥാനാർത്ഥിയല്ലാത്ത ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിയമപരമായിട്ട് ഞാൻ ന്യായീകരിക്കല്ല. അത് നിയമപരമായിട്ട് തന്നെ നിൽക്കുമോ? അങ്ങനെ അത് സ്ഥാനാർത്ഥിയല്ല ഈ നിമിഷം വരെ നോമിനേഷൻ കൊടുക്കണത്. അത് പലരും പ്രസംഗിക്കാറുണ്ടല്ല. നിയമപരമായിട്ട് നിൽക്കാതിരിക്കാനാണ് ഇയാളെ സ്ഥാനാർത്ഥിയാക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്, NDAയോട് ആവശ്യപ്പെടുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ ഒരു സാധനം തെരഞ്ഞെടുപ്പില് നിൽക്കുന്ന ആളുകളാണല്ലോ. ഇത് നാളെ അത് സ്ഥാനാർത്ഥിയാവാൻ പോകുന്നത് അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കൊടുങ്ങല്ലൂരിൽ ഇല്ല, ഇതിനും അദ്ദേഹം മാപ്പ് പറയണം. തീർച്ചയായിട്ടും ഞങ്ങൾ വിട്ടു. ഗുരുവായൂർ മണ്ഡലത്തിലെ പ്രചരണത്തിന് ഞങ്ങൾ വിട്ടു. അല്ല, അങ്ങനെ നമുക്ക് NDAയോട് വിരോധമോ അല്ലെങ്കിൽ വേറൊരു വിരോധമല്ല. ഇദ്ദേഹം മാപ്പ് പറയണം. കാരണം BJP ഈ വിഷയത്തിന് BJP ഓൺ ചെയ്തിട്ടില്ല. ഹിന്ദു ഐക്യവേദി അല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് BJPയുടെ NDAയുടെ ഘടകകക്ഷിയായ BJP ആണ്. പ്രമുഖ കക്ഷിയാണ് അവര്. ഞങ്ങള് ആളുകള് കുറവാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ജനാധിപത്യം, ഞങ്ങളെ അഖിലേന്ത്യാ സെക്രട്ടറി അബ്ദുൽ ഖാലിദ് വർഷങ്ങളായിട്ട് NDAയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. അബ്ദുൽ ഖാലിദ്. അസിം ഖാൻ എന്ന് പറഞ്ഞുള്ളത് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാ. ചിരാജ് ബസ്വാൻ ഞങ്ങളുടെ പ്രസിഡന്റാണ്. അപ്പൊ ഞങ്ങളെ പോലുള്ള പാർട്ടികൾ ആ കാര്യങ്ങൾ ഏറ്റെടുക്കുക, ആ വിഴുപ്പ് ഞങ്ങൾ ഏൽക്കേണ്ട കാര്യമില്ല. ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിട്ട് ഗോപാലകൃഷ്ണൻ BJPക്കുള്ളിൽ ഒരു വിഴുപ്പാണ്. അതാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ അദ്ദേഹത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിയിരുന്നത്. അദ്ദേഹത്തിനെ നമ്മൾ ഏറ്റെടുക്കേണ്ട യാതൊരു ബാധ്യതയില്ല. ഇത്തരം വർഗീയമായിട്ടുള്ള, അപ്പൊ കഴിഞ്ഞ തവണ പൊന്നാനി മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചത് ശ്രീരാമകൃഷ്ണനും പിന്നെ നന്ദകുമാർ അങ്ങനെയുള്ള ആളുകളൊക്കെയാണല്ലോ. സ്ഥാനാർത്ഥി ഓരോ പാർട്ടികൾക്ക് ഓരോ സ്ഥാനാർത്ഥിത്വം കൊടുക്കണം. അവർ വിധിച്ചു കൊടുക്കുമ്പോ അവര് നിശ്ചയിക്കുന്നതാണ്. NDA എതിർക്കുന്ന അല്ല, അത് അവര് നിശ്ചയിച്ചു കഴിഞ്ഞല്ലോ, പാർട്ടി നിശ്ചയിച്ചല്ലോ. വിഴുപ്പാണെന്ന് പറയാൻ കാരണം NDA എന്നുള്ള പേര് ഉപയോഗിക്കരുത്. അവര് BJP ഉപയോഗിച്ചിട്ടാ BJP അല്ല, അവര് NDAയിൽ നിൽക്കുമ്പോ ഞങ്ങൾക്ക് എതിർക്കാമല്ലോ. ധാർമ്മികതയായിട്ടുള്ള LJP സഹകരിക്കില്ല. LJPക്ക് വോട്ടൊക്കെ ഉണ്ട് അവിടെ. അല്ല, അങ്ങനെയല്ല. കേരളത്തിലല്ല, നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഉണ്ടോ. കേരളത്തിലാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. തൃശ്ശൂർ ജില്ലയിലെ ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ സഹകരിക്കില്ല. ഇവിടെയൊക്കെ പത്മജ, അങ്ങനെ ജസ്റ്റിൻ ജേക്കബ് അതുപോലുള്ള നല്ല സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. നല്ല രീതിയിലാണല്ലോ അവർ വോട്ട് പിടിക്കുന്നത്. മറ്റുള്ള ആ പാർട്ടിയിൽ തന്നെ അതിന്റെ അഖിലേന്ത്യാ ചുമതലയുള്ള മുസ്ലിം ആളുകളുണ്ട്. അപ്പൊ മൊത്തത്തില് ആ ഗുരുവായൂർ മേഖലയെ ഒരു വർഗീയ വിഷലുപ്തമാക്കിയിട്ടുണ്ട്, വിട്ടിട്ട് പോരുകയാണ് ആള്. പിന്നെ അത് കഴിഞ്ഞ ആളവിടെ വരുന്നില്ല. ചന്ദ്രശേഖരന് ഞങ്ങൾ ഇന്നും മെയിൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. കാരണം ഇപ്പൊ അദ്ദേഹം ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതാണ്. ഈ നോമിനേഷൻ കൊടുത്ത ഉടനെ തന്നെ നമ്മളൊരു മര്യാദ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു ടെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കാരണം അല്ല, ഒബ്ജക്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ എന്തായാലും നിയമപരമായിട്ട് ഈ കാര്യത്തിന് അല്ല. ഇന്ന് ഇപ്പൊ ഞങ്ങൾ ഇത് കഴിഞ്ഞ കളക്ടറേറ്റിൽ കൊണ്ടുപോയി പരാതി ചെയ്യും. അവിടെ അദ്ദേഹത്തിന് ഒഴിവുണ്ടെങ്കിൽ നേരിട്ടിട്ട് കണ്ട് സംസാരിക്കും, അതല്ലെങ്കിൽ മെയിൽ ചെയ്യും.
പിന്നെ ബാക്കി രാജീവിനും ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡന്റിന് ഞങ്ങൾ പരാതി കൊടുത്ത് ആ പരാതി അവിടെ കൈമാറാൻ പറയും. അപ്പൊ അവരും കൂടി ആലോചിച്ചിട്ട് നമ്മളിപ്പോ തൃശ്ശൂർ ജില്ലയുടെ ഒരു തീരുമാനം, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറിയാണ്, ഒബ്ജക്ട് ചെയ്യേണ്ടി വരും. ഞാൻ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ഇതിനെ ഏതറ്റം വരെയും പോകും. ഞാൻ നല്ല ഹിന്ദുവാണ്, ഉറച്ച ഹിന്ദു മതവിശ്വാസിയാണ്, ഹിന്ദു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഹിന്ദു മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിലുള്ള ഒരു ദേശീയ പാർട്ടിയുടെ ഒരു സമുന്നതരായിട്ടുള്ള ഇവർക്ക് എന്താ സംഭവിച്ചാൽ ഈ ആ പാർട്ടിനെ സംബന്ധിച്ച് ഞാൻ കണ്ടത് ജില്ല മൂന്നാക്കിയല്ലോ. ഈ ജില്ല മൂന്നാക്കിയപ്പോ ഇവരെക്കാൾ ജൂനിയർ ആയിട്ടുള്ള കുറെ ആളുകളാണ് ഈ അധികാരത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. അവരെ ഈ ഗോപാലകൃഷ്ണനെ പോലുള്ള നിയന്ത്രിക്കേണ്ട ആളുകൾ സ്റ്റേറ്റ് ഭാരം അവരും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ജില്ലാ ഭാരവാഹികൾക്കും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്റെ സുഹൃത്തെ, ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നുള്ള പരസ്യമായിട്ട് പറയേണ്ടി വരും. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഞാൻ 15 വർഷത്തോളം മാധ്യമപ്രവർത്തനം ചെയ്ത ആളാ. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ശീലമല്ല. പക്ഷെ ഞാൻ ചോദിക്കുമ്പോഴും പറയുമ്പോഴും ഒരു വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാല് ഈ സംവിധാനം കേരളത്തില് വളരെ സ്റ്റേറ്റ് തലത്തിൽ ചെയ്യാന്ന് മാത്രം ഈ തൃശ്ശൂർ ജില്ലയിൽ ഒരു സംവിധാനം അതിന്റെ ഇല്ല. ഒരു കാര്യങ്ങളും ചോദിക്കുന്നില്ല. എന്തെങ്കിലും നല്ല സ്ഥാനാർത്ഥികൾ ഇപ്പൊ ജസ്റ്റിൻ തോമസ്, ബിജോയ് തോമസ്, പിന്നെ പത്മജ ചേച്ചി, ഇവര് ഇലക്ഷന് മത്സരിക്കണം എന്നുള്ളതും ജനങ്ങളെ വോട്ട് ആവശ്യമുള്ള സ്ഥാനാർത്ഥികളാണ്. അപ്പൊ അവര് ഞങ്ങളോട് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചെറുതോ വലുതോ എന്നുള്ളത് നോക്കാതെ വളരെ മാന്യമായിട്ട് അതിന്റെ നേതാക്കന്മാര് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ അവര് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോവുകയും ചെയ്യും. ഞങ്ങൾ പങ്കെടുത്തല്ലോ. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇവര് സഹകരിപ്പിക്കുന്നില്ല. NDA മുന്നണി എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ മത്സരിക്കുന്ന ഈ 2 സ്ഥാനാർത്ഥികൾ ഒഴികെ, അതായത് പത്മജിയും ബിജോയ് തോമസ് ഒഴികെ ബാക്കിയുള്ള ആളുകൾ ആരും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആളുകളല്ല. ജില്ലാ കമ്മിറ്റിക്ക് ഇവർക്ക് തോന്നിയ കമ്മിറ്റിക്ക് ഇവർ വിളിക്കും. ഇവര് തമ്പരാക്കന്മാരാണെന്നുള്ളൊരു തോന്നലാണ്. മുന്നണി മര്യാദ പാലിക്കാത്തത് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിനും അഖിലേന്ത്യാ നേതൃത്വത്തിനും ഇപ്പൊ കഴിഞ്ഞ ഇന്നത്തെ പത്രത്തിൽ ന്യൂസ് ഉണ്ടല്ലോ, വായിച്ച് അറിയില്ല നിങ്ങൾ, നേരം വൈകിട്ട് എഴുന്നേറ്റുണ്ടാവുക. അല്ല, സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഖിലേന്ത്യ, അതായത് ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കും. ദേശീയ പാർട്ടി അല്ലെങ്കിൽ കൂടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പിന്നെ ചിരാജ് പസ്വാനെ പോലുള്ള നേതാവ് പറഞ്ഞിട്ടുള്ളത് രാമൻ, അതായത് മോദിയുടെ രാമന്റെ ലക്ഷ്മണനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹനുമാനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അദ്ദേഹത്തിനെ പോലുള്ള ഒരാളെ നമ്മൾ അവഹേളിക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ പരമാവധി ക്ഷമിച്ചു. ഒരു കാര്യത്തിനും ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന NDAയുടെ ഈ 2 നേതാക്കൾ ഒഴികെ ഒരാൾ പോലും തൃശ്ശൂർ ജില്ലയിൽ ഇല്ല എന്നുള്ളത് പരസ്യമായിട്ട് പറയേണ്ടി വന്നു. പത്മജ ചേച്ചി ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നതാണ്, രാഷ്ട്രീയക്കാരിയാണ്. അവര് ജയിക്കാൻ ഒരു 100% സാധ്യതയുണ്ട്. ബിജോയ് തോമസും അദ്ദേഹത്തിന്റെ കഴിവ് യോജിച്ചിട്ട് നല്ല ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ച് ഞങ്ങൾ ഒന്നും പറയുന്നില്ല. പരാതി നൽകും, NDAയിൽ തുടരും. NDA വിട്ടുപോകാനുള്ള തീരുമാനമൊന്നും നമുക്കില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഇനി വേറെ എന്ത് നടപടികളും നമ്മൾ നേരിടാൻ തയ്യാറാണ്. ഇവര് നിഷേധിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇനി ഒരു അപഹാസ്യമായിട്ടുള്ള രീതിയിൽ ഒരു സോഷ്യൽ മീഡിയ കൂടെ പ്രചരണം നടത്തില്ല. വോട്ട് പോലും ചെയ്യില്ല. വോട്ട് പോലും അല്ല, പരസ്യമായിട്ട് അവരെ എതിർത്ത് വേറെ മുന്നണിയിൽ പോകില്ല. അല്ല, ഇല്ല, അതിനില്ല. അത് നമ്മൾ മുന്നണി മര്യാദ അനുസരിച്ച് മറ്റുള്ള പരസ്യ പ്രചരണം അല്ല, പരാതി കൊടുക്കും. പരസ്യ പ്രചരണം എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ പരസ്യം എന്താ? നിങ്ങൾക്ക് മീഡിയയിൽ ഞങ്ങൾ പരസ്യമായിട്ട് പറയാനാണല്ലോ, നിങ്ങൾ പ്രചരിപ്പിച്ചോളൂ. ഇതിൽ ധാർമ്മികത ഉണ്ടെങ്കിൽ, സത്യം ഉണ്ടെങ്കിൽ മാധ്യമങ്ങള് അത് പ്രചരിപ്പിക്കും. അല്ല, നമുക്ക് അവരെ വോട്ട് കൊടുക്കരുത് എന്നുള്ളതാണല്ലോ നമ്മൾ ഈ ഇതിൽ പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. സംഭവിച്ചില്ലെങ്കിൽ അപ്പൊ പാർട്ടി കൂടിയാലോചിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാവും. എന്തായാലും ഗോപാലകൃഷ്ണൻ പോലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറില്ല. കാരണം വെച്ചാൽ ഈ വർഗീയ ഇതുണ്ടാക്കി, മറ്റുള്ള ചേരിതിരിവുണ്ടാക്കി ആ നാട്ടില് നല്ല സമാധാന അന്തരീക്ഷമുള്ള ഗുരുവായൂരിനെ പോലുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും വോട്ട് ചെയ്യും, പ്രവർത്തിക്കും. മാപ്പ് പറഞ്ഞ പരാമർശം പിൻവലിക്കട്ടെ അദ്ദേഹം. അല്ല, ഞങ്ങള് ശക്തി കിട്ടുന്നത് BJP ഗോപാലകൃഷ്ണൻ പോലുള്ള ഒരാളെ എതിർത്തിട്ടല്ല. ഞങ്ങള് പൊതുസമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊരു പ്രചരണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല.
പാർട്ടി 4-5 വർഷത്തോളായിട്ട് 4 വർഷത്തോളായിട്ട് ഞാൻ ജില്ലാ ഭാരവാഹിയായിരുന്നു. ഇവരുടെ ഈ പ്രചരണം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെ LJP പോലുള്ള ഒരു പ്രസ്ഥാനത്തിനെ അതിന്റെ മര്യാദ കൂട്ടിയിട്ട് ഒന്നും ഞങ്ങൾ ചെയ്യില്ല. ഞാൻ കൃത്യമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. അതായത് കാലത്ത് ഈ പത്രപ്രവർത്തനം ഉള്ള സമയത്ത് ഞാൻ എന്തെങ്കിലും പണി ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കാലത്ത് ചായ അടിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യണം. ഇവരെ പോലെ ഈ ഷർട്ട് മാത്രം ഇട്ടിട്ട് ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ആളല്ല. പണം കണ്ടിട്ടല്ല. ഇല്ലല്ല, പരസ്യപ്രചരണത്തിലില്ല. മാപ്പ് പറയണം. അദ്ദേഹം മാപ്പ് പറയണം. രാജീവ് ചന്ദ്രശേഖർ അതിനെതിരെ നടപടി എടുക്കണം. നടപടി എടുത്തേ പറ്റുമോ? അത് അവർ തീരുമാനിക്കുന്നതാണ്. ഞങ്ങൾ സ്റ്റേറ്റിലേക്കാണ് നമ്മൾ കൊടുക്കുക. ഞങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരന് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. സ്റ്റേറ്റ് പ്രസിഡന്റിന് കൊടുക്കും, ജില്ലയുടെ ഒരു പരാതി എന്നുള്ളതായിരിക്കും. ശരി, പേര് മധു കാരിക്കോടൻ, ജില്ലാ പ്രസിഡന്റ്. തിലകൻ. ചേട്ടൻ ഏത് പത്രത്തിലാണോ? ജില്ലാ ട്രഷററാണ്. ബൈജു കൗമുദിൽ ആരെങ്കിലും ജനറൽ സെക്രട്ടറി, ചീഫാണ്. ശ്രീനേഷ് കോട്ടക്കൽ.